ഇക്ഷ്വാകുപാഖ്യാനം. ഇക്ഷ്വാകുവിന് മനു ഉപദേശം കൊടുക്കുകയാണ് അല്ലെ. ഇക്ഷ്വാകു മഹാരാജാവ് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി കൊടുക്കുകയാണ് മനുവിനോട് ചോദിക്കുകയായിരുന്നു അല്ലെ, എന്താണ് സത്യം എന്താണെന്നുള്ളത് അന്വേഷിച്ചു. അപ്പൊ അതിന് മറുപടി കൊടുക്കുകയായിരുന്നു മനു. ആ മറുപടി ഏതുവരെ എത്തി ഓർമ്മണ്ടാവും? മറുപടി എത്തി നിൽക്കുന്നത്, ഇതൊക്കെ ആശ്ചര്യമാണ്, മായ, ഈ വിശ്വം ഇതിനെ മുഴുവൻ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മായ. അപ്പൊ മായ എന്ന് പറയുന്നത് അങ്ങേറ്റം ശക്തിയുള്ളതാണ്, അത് അങ്ങേറ്റം ആശ്ചര്യകരമാണ്. മായ എന്ന് പറയുന്നത്, മായ എന്ന് പറയുന്ന ആശ്ചര്യ സ്വരൂപിണിയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ് അവർ. എന്താ കാരണം? എന്തുകൊണ്ടാണ് ആശ്ചര്യമാണെന്ന് പറയാനുള്ള കാരണം? ഇപ്പൊ ആത്മാവ്, ചൈതന്യം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല. ഇത് തന്നെ ഒരു ആശ്ചര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, അതിസുലഭം, പക്ഷെ അറിയുന്നില്ല, അതിനെ അറിയുന്നില്ല. നിറഞ്ഞിരിക്കുക എല്ലായിടത്തും, അതിനെ അറിയുന്നില്ല. ഇതിൽ പരം ഒരു ആശ്ചര്യകരമായ അവസ്ഥ എന്താണ്? അത് മായയുടെ ശക്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഈ ജഗത്ത്, ഈ ലോകം, ഇത് മുഴുവൻ ആ ഒരു ചിതാകാശം, പ്യുവർ കോൺഷ്യസ്നെസ്, ആ ബോധം മാത്രമാണ് എന്ന് ഉള്ളിൽ ഉറപ്പിച്ച് ജീവിക്കുന്ന ആള്, അയാളെ സംബന്ധിച്ച് ഈ ജഗത്തിന്റെ ഒരു ബാധയും അയാൾക്ക് ഉണ്ടാവില്ല, അയാൾക്ക് എന്തും അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ വേറൊന്നില്ല, ഉള്ളത് മുഴുവൻ ആ ബോധമാണ്, ആത്മതത്വമാണ്. ആത്മതത്വമല്ലാതെ വേറൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. അത് ആ ഉറപ്പ് വന്ന ആളെ സംബന്ധിച്ച്. അപ്പൊ വേറൊന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ ഒന്നും ബാധിക്കാനൊന്നുമില്ലല്ലോ, കാരണം എല്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബാധിക്കാൻ രണ്ടാമതൊന്നില്ല. നമുക്ക് എന്തിനെങ്കിലും ബാധ ഉണ്ടാവണമെങ്കിൽ, നമ്മളെ എന്തെങ്കിലും ബാധിക്കണമെങ്കിൽ ഞാനല്ലാതെ വേറൊന്നുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് മുഴുവൻ കോൺഷ്യസ്നെസ് ആണ്. അത് ഉറപ്പിച്ച് കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് പിന്നെ വേറൊന്നും ബാധിക്കാനില്ല, കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ജഗത്തിന്റെ ഒരു ബാധയും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരില്ല എന്നാണ്. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആ വ്യക്തി, ആ മഹാത്മാവ്, ആ ബ്രഹ്മതത്വത്തിൽ തന്നെ ഒഴുകിയിരിക്കുന്നു, അതിൽ തന്നെ കവർ ചെയ്യപ്പെട്ടിരിക്കണമെന്ന്, അതിൽ തന്നെ ആവരണം ചെയ്യപ്പെട്ടിരിക്കണമെന്നാണ് ആ ബ്രഹ്മതത്വത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ദുഃഖം ഒട്ടും തന്നെ അവരെ ബാധിക്കുന്നില്ല എന്നാണ്. അവർക്ക് ഒരു തരത്തിലും ദുഃഖത്തിന്റെ ഒരു കണിക പോലും അവരിൽ ഉണ്ടാവില്ല. ദുഃഖം ഒട്ടും അവരെ സ്പർശിക്കില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് മനു രാജാവിനോട് പറയണേ, ഈ രാജാവേ, അങ്ങ് അഹങ്കാരത്തെ അകറ്റി, ഈ ജഗത്ത് എന്ന് പറയുന്നത് ശൂന്യമാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്, അത് മനസ്സിലാക്കൂ. പിന്നെന്താണ് ഈ ജഗത്ത്? ചിതാകാശത്തിൽ, ആ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ് ജഗത്ത്, ഒരു തോന്നല് മാത്രമാണ് ഈ ജഗത്ത് എന്ന്. ഇത് മനസ്സിലാക്കിയിട്ട് സ്വസ്ഥമായിരിക്കൂ എന്ന് പറയുന്ന ഇക്ഷ്വാകുവിനോട്. ഇവിടെ വേറൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, വേറൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഉള്ളത് ആ ബോധം മാത്രമാണ്, ആ ചൈതന്യം മാത്രമാണ്. മറ്റെല്ലാം തോന്നല് മാത്രമാണ്, ഒരു പ്രതീതി മാത്രമാണ്. ജഗത്ത് എന്നുള്ളത് ഒരു പ്രതീതി മാത്രമാണ്. അത് ഏതിലാണ് ആ പ്രതീതി തോന്നുന്നത്? ചിതാകാശത്തില്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ബോധിച്ച് ഇത് ഉള്ളിൽ ഉറപ്പ് വന്ന് ശാന്തമായിട്ടിരിക്കാനാണ് പറയുന്നത്. അതേപോലെ എന്താണ് ദുഃഖത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ചിലത് നല്ലതാണെന്ന് തോന്നും, ചിലത് ചീത്തയാണെന്ന് തോന്നും. ഇങ്ങനെ ഉള്ള ആ ഒരു ഭേദബുദ്ധി, ഡിഫറൻസ്, വ്യത്യാസം നമ്മൾ കാണുന്നുണ്ടല്ലോ. എല്ലാറ്റിനെയും വേറെ വേറെ കാണും, ചിലത് നല്ലതാണ്, ചിലത് ചീത്തയാണ്. ഇങ്ങനെ ഉള്ള ഭാവം, ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ അതാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. അതാണ്. അപ്പോ ഇതെല്ലാം ചിതാകാശമാണെങ്കിൽ, ആ ഒരൊറ്റ ബോധമാണ് ഇതെല്ലാം എങ്കിൽ പിന്നെ ഇവിടെ വേറെ വേറെ ഇല്ല, നല്ലത് ചീത്തയില്ലല്ലോ. കാരണം എല്ലാം ഒന്ന് മാത്രമാണ്, ആ ഒരു ചൈതന്യം മാത്രമാണ്, ആ ഒരു ബോധം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ നല്ലതിനും ചീത്തയ്ക്കും സ്ഥാനമില്ല എന്ന് പറയും. അപ്പൊ നല്ലത് ചീത്ത എന്നുള്ള രീതിയിൽ കാണുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ദുഃഖത്തിനും അവിടെ സ്ഥാനമില്ല. കാരണം എല്ലാം ആ ഒരു കോൺഷ്യസ്നെസ് മാത്രമാണ്. ഇപ്പൊ ബാക്കിയെല്ലാം വെറും തോന്നല് മാത്രമാണ് എന്നുള്ളത്. അപ്പൊ ആ തോന്നലിനെ അകറ്റിക്കഴിഞ്ഞാൽ
അങ്ങ് വേറെ ബാക്കിയുള്ള എല്ലാവരെക്കാട്ടിലും അങ്ങ് സുഖിയായിട്ടിരിക്കും, അങ്ങ് സുഖം അനുഭവിക്കും, ഇതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് മനു പറയാൻ. അതേപോലെ തന്നെ എല്ലാറ്റിനെയും ഒരേപോലെ കാണുന്ന ആള്, സാമ്യഭാവം. അത് മാത്രമുള്ള ഒരാൾക്കും ദുഃഖത്തിന് ഒരു കാരണം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ദുഃഖം അനുഭവിക്കില്ല, അവർക്കും ദുഃഖം അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രം. ദുഃഖം ഉണ്ടാവിക്കില്ല എന്ന് മാത്രമല്ല, ഉള്ളിൽ എപ്പോഴും ഒരു ശാന്തി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, എപ്പോഴും ഒരു ശാന്തി. അതെങ്ങനെയുള്ള ശാന്തി? ഒരു അന്തശീതളത, ഉള്ളിലൊരു തണുപ്പ്, ഉള്ളിലൊരു കുളിർമ, ഉള്ളിലൊരു കുളിർമ ഇങ്ങനെ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ആളുകൾ എന്നുള്ളത്. AC റൂമിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഉള്ളിലത്തെ താപം അകറ്റാൻ AC റൂമിൽ ഇരുന്നിട്ട് കാര്യമില്ല. AC റൂമിൽ ഇരുന്നാൽ ചിലപ്പോൾ ശരീരം തണുത്തു എന്ന് വരും, പക്ഷെ ഉള്ളിൽ അപ്പോഴും ചൂടുണ്ടാവും. അല്ല, ശരിയല്ല? ഉള്ളിൽ താപം അപ്പോഴും ഉണ്ടാവും, ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. എന്ത് കാര്യം ആലോചിക്കുന്ന? ഈ ജഗത്തിനെ കുറിച്ച് തന്നെ, ചുറ്റുപാടുള്ള കാര്യങ്ങൾ. ചുറ്റുപാട് ഒന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്, അതൊക്കെ വെറും തോന്നലാണ്. പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണ? അപ്പൊ ഈ ഒരു ഉറപ്പ് വന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല, ആ ഒറ്റ ഭാവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഉള്ളില് എപ്പോഴും ഒരു ശാന്തി ഉണ്ടാവും, ഉള്ളിലൊരു കുളിർമ നൽകുന്ന ഒരു ശാന്തി ഉണ്ടാവും, അതെപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നവര്. അപ്പൊ ആ ശാന്തി വളർന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങേയറ്റം ഒരു സുഖം, ആനന്ദം, ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കും. ആ വ്യക്തി അങ്ങനെ അത് അനുഭവിക്കും എന്നാണ് പറയുന്നത്. ഈ സംസാരത്തിനെ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ വിത്ത് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഭേദബുദ്ധിയാണ്. എല്ലാറ്റിനെയും വേറെ വേറെ കാണുന്ന ആ ഒരു മനോഭാവം, ആ ഒരു ബുദ്ധി, ഭേദബുദ്ധി എന്നാണ്. പിന്നെ രണ്ടാമത്തത് വാസന, കർമ്മവാസന. ഇത് രണ്ടുമാണ് ഈ സംസാരത്തെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ സംസാരത്തെ വളർത്തുന്ന വിത്തുകൾ. അതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ജയിക്കണം. ഭേദബുദ്ധിയെ അകറ്റണം, അതില്ലാതാക്കണം. എല്ലാറ്റിനെയും ഒരേപോലെ കാണാറാകുന്ന ഒരു ബുദ്ധി വളർത്തിയെടുക്കണം. പിന്നെയോ രണ്ടാമത് കർമ്മവാസനയും അകറ്റണം. ഇതിനെ രണ്ടിനെയും ജയിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ ജയിക്കാതെ മോക്ഷം വേണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് അത് നേടാൻ സാധിക്കില്ല എന്നാണ്. ഈ മോക്ഷം വേണമെന്ന് ആഗ്രഹമുള്ള ആള് എന്ത് വേണം? ഈ സംസാരത്തിൽ നിന്ന് നിവർത്തിക്കണം, വിത്ഡ്രോ ചെയ്യണം ഇതിൽ നിന്ന്. പക്ഷെ ഇത് രണ്ടും അകറ്റിയില്ലെങ്കിൽ എന്താണ്? ഒന്ന് ഭേദബുദ്ധി, പിന്നൊന്ന് കർമ്മവാസന. ഇതിനെ അകറ്റിയിട്ടില്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് നിവർത്തിക്കാൻ സാധ്യമല്ല. സംസാരത്തിൽ നിന്ന് നിവർത്തിച്ചില്ലെങ്കിൽ കൈവല്യം നേടുക എന്നുള്ള ഒരു അവസ്ഥ എത്താനും പോകില്ല, അതിലേക്ക് എത്താനും പോകില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഇതിനെ രണ്ടിനെയും ജയിക്കാനായിട്ട് രണ്ട് ശസ്ത്രങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് അഭാവന. അഭാവന എന്ന് പറഞ്ഞാൽ ഒന്നും ഭാവിക്കാതിരിക്കും, ഒന്നും സങ്കല്പിക്കാതിരിക്കും. പിന്നെ പൗരുഷം. പൗരുഷം എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താണ്? ഇതിനെ വാസനകളെ അകറ്റാൻ, വാസനകളൊക്കെ ഓരോന്ന് തോന്നലുകൾ ഉണ്ടാക്കും, അതിനൊക്കെ തടയാനുള്ള ഒരു വീര്യം ഉള്ളിൽ ഉണ്ടാവണം, പൗരുഷം ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതിനെ ജയിക്കാനായിട്ട് പറ്റും, ഈ രണ്ടിനെയും ജയിക്കാനായിട്ട് പറ്റും. അപ്പൊ മനസ്സിൽ എപ്പോഴും സങ്കല്പമില്ലാതെ മനസ്സിനെ അഭാവനമാക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. ഒരു ഭാവനയും ഇല്ലാത്ത അവസ്ഥയിൽ നിലനിർത്തി കഴിഞ്ഞാൽ കാലം കൊണ്ട് എല്ലാ സങ്കല്പങ്ങളും ഉള്ളിൽ നിന്ന് പോകും, പിന്നീട് ഉണ്ടാവാതെയാവും സങ്കല്പം. കർമ്മവാസനകളുടെ പ്രവാഹവും അവസാനിക്കും. അങ്ങനെയുള്ള രണ്ട് തടസ്സങ്ങളും നീങ്ങുമെന്നാണ് പറയുന്നത്. ഒന്ന് സങ്കല്പിക്കാതിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. ചുമ്മാ ഇരി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ചുമ്മാ ഇരിക്കുക. നമ്മളെ സംബന്ധിച്ച് ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേക്കാണ് ചുമ്മാ ഇരിക്കുക, ഉള്ളിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ല. അപ്പൊ ഉള്ളിലും ഒരു പണിയെടുക്കാതിരിക്കുക, അതാണ് ചുമ്മാ ഇരി എന്ന് പറഞ്ഞാൽ. ഇരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ സ്വസ്ഥതയുള്ള ആളായി തീരും, സുഖം അനുഭവിക്കുന്ന ആളായി തീരും എന്നാണ് പറയുന്നത്. ഇനി ഈ ആധ്യാത്മിക സാധനങ്ങള് അല്ലെങ്കിൽ ആധ്യാത്മിക യോഗ അനുഷ്ഠാനങ്ങള് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള്, അവര് സ്വാഭാവികമായിട്ടും ഒരു കൈവല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. യോഗ ആധ്യാത്മിക മാർഗത്തിൽ ചരിക്കുന്നവര് കൈവല്യം, അതാണ് അവർക്ക് നേടേണ്ടത്, അതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, അതിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാധകന്മാര്, അപ്പൊ അവരുടെ അനുഭവങ്ങൾക്ക് 7 അവസ്ഥകളുണ്ട്, 7 പരിധികൾ അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് നേരത്തെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. സപ്തഭൂമികൾ എന്നാണ് പറയുന്നത്. അത് വീണ്ടും അതിനൊന്നും കൂടി പറയുകയാണ്, ഒന്നുകൂടി ചുരുക്കി പറയുന്നുണ്ട് അതിന്. എന്നിട്ട് ഇക്ഷ്വാകുവിനോട് പറയണം, മനു വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രാജാവേ,
ആ 7 സാധനാനുഭവങ്ങൾക്ക് ഉണ്ടാവുന്ന 7 അവസ്ഥകൾ അല്ലെങ്കിൽ 7 പരിധികള്, അതിനെയാണ് സപ്തഭൂമികകള് എന്ന് പറയുന്നത്. സപ്തഭൂമി, 7 ഭൂമികൾ. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു സാധകൻ ഏതെങ്കിലും ഒരു ഭൂമികയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല, സംസാരത്തിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമില്ല. മടങ്ങി വരില്ല എന്നല്ല, ഏതെങ്കിലും ഒന്നിൽ എത്തണം. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കാൽവെച്ചാൽ മതി. 7 ഭൂമികളില് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കാൽവെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് താഴേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. അതുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഉറപ്പാണ് പറയുന്നത്. പക്ഷെ ചിലര് ഈ 7 സ്റ്റെപ്പുകൾ, 7 പടികൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ ചിലർ വളരെ സ്ലോ ആയിട്ടായിരിക്കും, വളരെ പതുക്കെയായിട്ടായിരിക്കും മൂവ് ചെയ്യുക. പക്ഷെ എന്നാലും പോകുന്നത് മുന്നോട്ടായിരിക്കും, തിരിച്ച് പുറകിലേക്ക് വരില്ല. ആദ്യത്തെ സ്റ്റെപ്പിലാണ് കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല, പിന്നെ മുന്നോട്ടായിരിക്കും പോവുക. പക്ഷെ ചിലര് പ്രാരബ്ധം കൊണ്ട് വളരെ പതുക്കെയായിരിക്കും മൂവ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് കാലതാമസം നേരിടും. ആ കൈവല്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തു എന്ന് വരാം. പക്ഷെ വീണ്ടും ഈ സംസാരത്തിലേക്ക് മടങ്ങി വരില്ല അവര് എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇതില് ഒന്ന് എത്തിപ്പെടലാണ് പ്രധാനം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇക്ഷ്വാകിനോട് പറയാണ്, അതുകൊണ്ട് അങ്ങ് ഈ പറയാൻ പോകുന്ന യോഗഭൂമികളില് ഏതിലെങ്കിലും ഒന്നിലെത്താൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. സപ്തഭൂമികളിൽ, 7 ഭൂമികളില്, യോഗഭൂമികളില് ഏതിലെങ്കിലും ഒന്നില് അങ്ങ് എത്തിച്ചേരൂ, അതിനുവേണ്ടി പ്രയത്നിക്കൂ. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കാലം കൊണ്ട് അങ്ങ് മുക്തനാവും, അതിന് യാതൊരു സംശയവുമില്ല. ഇത് ഉറപ്പാണ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഏതിലെങ്കിലും ഒന്നില് അങ്ങ് എത്താൻ ശ്രമിക്കണം, അതിനുവേണ്ടിയുള്ള പ്രയത്നം ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ആ സപ്തഭൂമികളുടെ സ്വരൂപങ്ങളെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അതിനെ ഒന്നുകൂടി പറയാം. നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ മനു ഇക്ഷ്വാകുവിനെ ഉപദേശിക്കുന്ന രീതിയിലാണ്. ആ സപ്തഭൂമികൾ, ഇതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല, അതിനൊന്ന് ഒന്ന് ഓടിച്ചു പറയാം. അപ്പൊ പറയാണ്, ആ 7 ഭൂമികളുടെ സ്വരൂപങ്ങളെ ഞാൻ പറയാം, അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മനു ഇക്ഷ്വാകു രാജാവിന് ഈ യോഗഭൂമികൾ, 7 യോഗഭൂമികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി. ഇത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഒന്നാമത്തെ ഭൂമിക എന്ന് പറയുന്നത്? ശാസ്ത്രം പഠിക്കുക, അതേപോലെ സത്സംഗം അനുഭവിക്കുക. അപ്പൊ ഈ ശാസ്ത്ര പഠനത്തിലൂടെയും സത്സംഗത്തിലൂടെയൊക്കെ സദ്വാസനകളെ വളർത്തുക, നല്ല വാസനകളെ, സത്വഗുണം വളർത്തുക. എന്നിട്ട് ദുർവാസനകളെല്ലാം അകറ്റുക. സത്വഗുണം വളരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റതെല്ലാം പോകും. സദ്വാസന വളരുമ്പോൾ ദുർവാസനയൊക്കെ ക്ഷയിക്കും. അപ്പൊ അതെങ്ങനെ ക്ഷയിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം പഠിക്കുന്നതിലൂടെ, സത്സംഗത്തിലൂടെ സദ്വാസനകൾ വളരും. അപ്പൊ അങ്ങനെ സദ്വാസനകൾ വളർന്ന് നമ്മളുടെ ബുദ്ധി, നമ്മുടെ ബോധത്തെ ഒന്ന് ശക്തമാക്കുന്നതാണ്, വീര്യമുള്ളതാക്കുന്നതാണ് ഒന്നാമത്തെ ഭൂമിക. ഇതിന് ശുഭേച്ഛ എന്നാണ് പറയുന്നത്. ശുഭേച്ഛ കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടില്ലേ? മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശുഭേച്ഛ എന്നാണ് പറയുന്നത്. ശുഭേച്ഛ അല്ലെങ്കിൽ പ്രജ്ഞാശുദ്ധി എന്നും ഇതിന് പറയും. പ്രജ്ഞ ബോധം ഉള്ളിൽ ശുദ്ധീകരിക്കപ്പെടും, ബുദ്ധി ശുദ്ധീകരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ ഇതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ചീത്ത കാര്യങ്ങളിലുള്ള വാസനകളൊക്കെ പോകും. ആ ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല. ഇത് മാത്രമല്ല, നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ വളരും. അതാണ് ശുഭേച്ഛ എന്ന് പറയുന്നത്. എപ്പോഴും ശുഭമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ വളരുക, അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിന് ശുഭേച്ഛ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശുഭേച്ഛ എന്ന് പറയുന്ന ഒന്നാമത്തെ ഭൂമികയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളവർ സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ അവർ നല്ല പ്രവൃത്തികൾ, സത്പ്രവൃത്തികൾ മാത്രമേ ചെയ്യൂ. അങ്ങനെയുള്ളവർക്ക് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ഇടവരില്ല, അതിനുള്ള അവസരം കിട്ടില്ല എന്നാണ് അവർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ സ്വയം പരിശോധിക്കുക, നമ്മൾ അതിൽ എത്തിയിട്ടുണ്ടോ? ഒന്നാമത്തെ തലമാണ് ശുഭേച്ഛ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഭൂമികയാണ്. ഇതിലെത്തിയിട്ട് വേണം മറ്റുള്ളവർക്ക് പോകാനായിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളുടെ ഉള്ളില് ദുഷ്കർമ്മം ചെയ്യാനുള്ള പ്രേരണ ഇല്ലെങ്കിൽ, അതിനർത്ഥം സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ തോന്നുള്ളൂ എങ്കിൽ നമ്മൾ ആ ഒരു ഒന്നാമത്തെ ഭൂമികയിൽ എത്തി എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? എത്തിയിട്ടുണ്ടോ? എത്ര പേര് എത്തിയിട്ടുണ്ട്? കൈബന്ധിക്കൊന്നും വേണ്ട, സ്വയം പരിശോധിച്ചാൽ മതി. ഇവിടെ നമുക്ക് ആരെയും ബോധിപ്പിക്കാനില്ല അല്ല. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് തിരിച്ചറിഞ്ഞാൽ മതി, ഞാൻ അവിടെ എത്തിയോ. സത്കർമ്മങ്ങൾ മാത്രം ചെയ്യാനാണോ എൻ്റെ ഉള്ളിൽ താല്പര്യം വന്നുകൊണ്ടിരിക്കുന്നത്?
അതോ ദുഷ്കർമ്മം ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ടോ? ദുഷ്കർമ്മം ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഇതിലേക്ക് ഇനിയും എത്തിയിട്ടില്ല, എത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ എന്ത് വേണം? വീണ്ടും സത്സംഗം കൂട്ടണം, ശാസ്ത്ര പഠനം കൂട്ടണം. അപ്പൊ ശാസ്ത്ര പഠനത്തിലോ സത്സംഗത്തിലൂടെ സദ്വാസന വളരും. സദ്വാസന വളർന്നു കഴിഞ്ഞാൽ സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ദുഷ്കർമ്മം ചെയ്യാൻ തോന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ തലത്തിലെത്തി, ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാലുവെച്ചു എന്നാണ് അർത്ഥം. അതാണ് ശുഭേച്ഛ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ദുഷ്കർമ്മം ചെയ്യാൻ ഒരു അവസരം കിട്ടില്ല, അതിൽ ഇടവരില്ല എന്നാണ് അവർ. അപ്പൊ ഈ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കും തോറും പാപങ്ങൾ ക്ഷയിക്കും. പാപം ക്ഷയിക്കുമ്പോ പുണ്യം വളരും. അപ്പൊ പുണ്യം വളരുമ്പോ എന്താണ്ടാവുക? ഈശ്വര വിശ്വാസം വർദ്ധിക്കും, ഈശ്വര വിശ്വാസം ഉറയ്ക്കും, ഭക്തി ഒന്നുകൂടെ ഉറയ്ക്കും എന്നാണ് പറയുന്നത്. ഭക്തി ഉറയ്ക്കും എന്ന് മാത്രമല്ല, വേദാന്ത വിചാരത്തില് താല്പര്യമുണ്ടാവും. വേദാന്തത്തിനെ കുറിച്ച് വിചാരത്തിൽ താല്പര്യമുണ്ടാവും. അപ്പൊ ആ അവസ്ഥയിൽ ചെയ്യുന്ന വേദാന്ത വിചാരം, തത്വവിചാരം എന്ന് പറയാം, ആത്മവിചാരം എന്നൊക്കെ പറയാം. അപ്പൊ ഈ വേദാന്ത വിചാരാണ് രണ്ടാമത്തെ ഭൂമിക. അതിന് സുവിചാരണ എന്നാണ് പറയുന്നത്. മനസ്സിലായി? ആദ്യത്തത് ശുഭേച്ഛ, രണ്ടാമത്തത് സുവിചാരണ. അപ്പൊ ശുഭേച്ഛയില് സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു, ദുഷ്കർമ്മങ്ങളൊക്കെ അകന്നു പോകും. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപം ക്ഷയിക്കും, പുണ്യം വളരും. പുണ്യം വളരുമ്പോൾ ഈശ്വര വിശ്വാസം ഉറയ്ക്കും, ഭക്തി ഉറപ്പുവരും, വിചാരം തുടങ്ങും, ആത്മവിചാരം തുടങ്ങും. ഇതാണ് സുവിചാരണ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭൂമി. മനസ്സിലായോ? അപ്പൊ എന്താണ് വിചാരണ? വിചാരം എന്തൊക്കെയാ വിചാരിക്കുക? ഈ ജഗത്ത് എങ്ങനെയാണ് ഉണ്ടായത്? എന്താണ് ഈ ജഗത്ത്? ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജഗത്ത് എന്താണ്? ഇത് എങ്ങനെയാണ് ഉണ്ടായത്? ഈ ജീവിതം കൊണ്ട് എന്താണ് സാധിക്കേണ്ടത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഉദ്ദേശം എന്താണ്? ഹു ആം ഐ? ഞാൻ ആരാണ്? ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ഈ ജീവൻ ഉണ്ടായത്? ഇങ്ങനെ അറിയേണ്ട കുറെ ആത്മതത്വങ്ങളെ വിചാരം ചെയ്ത് സത്യം അറിയാൻ വേണ്ടി ചെയ്യുന്ന എഫേർട്ട്, ആ പരിശ്രമം, അതാണ് സുവിചാരണ എന്ന് പറയുന്നത്. മനസ്സിലായി? രണ്ടാമത്തെ തലം അതാണ്. ഇതിങ്ങനെ വിചാരം ചെയ്യലാണ് രണ്ടാമത്തത്. അപ്പൊ ഈ ഒരു വിചാരം നമ്മളുടെ ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് വളർന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മൾ രണ്ടാമത്തെ തലത്തിൽ എത്തിക്കഴിഞ്ഞു, രണ്ടാമത്തെ യോഗ ഭൂമികയിൽ എത്തിക്കഴിഞ്ഞു സാധകൻ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇനി ഈ വിചാരം, ഈ സുവിചാരണ, ആ വിചാരം ശരിയായ ഡയറക്ഷനിൽ വേണ്ട പോലെ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോ അത് വിജയത്തിലെത്തും. വിജയത്തിലെത്തുക എന്ന് പറഞ്ഞാൽ വിചാരത്തിലൂടെ സത്യം എന്താണെന്ന് ബോധ്യമാകും, തത്വം എന്താണെന്നുള്ള ബോധ്യമാകും, പരമാർത്ഥം ബോധ്യമാകും എന്നാണ് പറയുന്നത്. അപ്പൊ പരമാർത്ഥം ബോധ്യപ്പെട്ടു കഴിഞ്ഞാലോ എല്ലാ ഈ സംസാരത്തിൽ ചുറ്റുപാടുമുള്ള അനുഭവങ്ങളിൽ നിന്ന് വിട്ടുപോരണം എന്നുള്ള തോന്നൽ വർദ്ധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ വിട്ടുപോകണം എന്നുള്ള തോന്നലുണ്ടാവും. മനസ്സിലായോ? സുവിചാരണ വളർന്നു വരുന്തോറും പരമാർത്ഥം ബോധ്യമാകും, സത്യം എന്താണെന്നുള്ളിൽ ഉറപ്പുവരും. സത്യം ഇന്നതാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചുറ്റുപാടുള്ള അതൊക്കെ നിസ്സാരമായിട്ട് തോന്നും. അതിൽ നിന്നൊക്കെ നിവർത്തി വരണം, അതിൽ നിന്നൊക്കെ വിട്ടുപോരണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം വർദ്ധിക്കും എന്നാണ് അവർ. അപ്പൊ ഈ ഒരു അവസ്ഥയാണ്, ഈ ഒരു സംസ്കാരമാണ് മൂന്നാമത്തെ ഭൂമിക. അതിന് അംഗഭാവന എന്നാണ് പറയുന്നത്. അംഗഭാവന എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം എനിക്ക് നിസ്സംഗനാവണം, ഇതിൽ എല്ലാ സംഘവും എനിക്ക് ഉപേക്ഷിക്കണം, എല്ലാ സംഘത്തിൽ നിന്നും വിട്ടുപോരണം എന്നുള്ള ശക്തമായ ആഗ്രഹം, അതിനു വേണ്ടിയുള്ള പ്രയത്നം, അതാണ് മൂന്നാമത്തെ ഭൂമിക, അംഗഭാവന എന്നാണ്. ഇനി അടുത്തതാണ് നാലാമത്തെ ഭൂമിക. അതിനെ വിലാപിനി എന്ന് പറയും. എന്താണ് ഈ വിലാപിനി എന്ന് പറഞ്ഞാൽ? വിലാപം അല്ല, വിലാപിനി എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്താണ്, സത്യം എന്താണെന്നുള്ളത് വിചാരം ചെയ്ത് ബോധ്യമായി, ഇതാണ് സത്യം എന്നുള്ളത് ബോധ്യമായി. പക്ഷെ അത് പൂർണ്ണമായിട്ടും പ്രകാശിച്ചിട്ടില്ല, സാക്ഷാത്കരിക്കാൻ പറ്റണില്ല. എന്നതാണെന്ന് മനസ്സിലായി, സത്യം എന്നാണെന്ന് മനസ്സിലായി, പക്ഷേ ഇത് പൂർണ്ണമായും പ്രകാശിക്കാൻ വേണ്ടി അതിന് തടസ്സം എന്താണ്? ഈ സംസാരമാണ്, അല്ലെ? അപ്പൊ ആ സംസാരത്തിൽ നിന്നാകുന്നു, ഈ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ സംസാരത്തിൽ നിന്നാകുന്നു, പക്ഷെ ഇത് പൂർണ്ണമായി പ്രകാശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? സത്യം എന്താണെന്ന് ബോധ്യമായി, പക്ഷെ അത് കിട്ടിയിട്ടില്ല, പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല.
അപ്പൊ ഈ ആത്മസാക്ഷാത്കാരം ഉണ്ടാവാത്തോണ്ടുള്ളൊരു വേദന ഉള്ളിൽ അനുഭവിക്കുന്ന, എനിക്കിനി ഇത് കിട്ടിയില്ലല്ലോ, ഒരു വേദന വരും ഇത്ര ഉള്ളിൽ, കഠിനമായ വേദന. എനിക്കിനിയും ആത്മസാക്ഷാത്കാരം നേടാൻ സാധിച്ചില്ല. തത്വമെല്ലാം അറിഞ്ഞു, പക്ഷേ അത് പൂർണ്ണമായി അതില് വിശ്രാന്തി പ്രാപിക്കാൻ എനിക്ക് സാധിച്ചില്ല, ആത്മസാക്ഷാത്കാരം എനിക്ക് സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഒരു വേദന, കഠിനമായ വേദന ഉള്ളിൽ നിന്ന് ഉണർന്നു വരും എന്നാണ് പറയുന്നത്. ഇതാണ് വിലാപിനി എന്ന് പറയുന്നത്, നാലാമത്തെ ഭൂമിക. അപ്പോ എഫേർട്ട് വരുന്നുണ്ട്, തന്റെ ഭാഗത്തൊരു ശ്രമമുണ്ട്. എന്താണ് ശ്രമം? എല്ലാ കഴിവും ഉപയോഗിച്ച് ആ ആത്മാനുഭൂതി അനുഭവിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, എഫേർട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആ എഫേർട്ട് ഫലവത്താവുന്നില്ല, അത് സഫലമാവുന്നില്ല, ആത്മാവ് പ്രകാശിക്കുന്നില്ല. അതുകൊണ്ടുള്ളൊരു വ്യസനമാണ് നാലാമത്തെ ഭൂമിക. അതാണ് വിലാപിനി, കരച്ചിലിന്, വിഷമം. എനിക്കിനിയും അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു വിലാപം, വിഷമം. അതാണ് നാലാമത്തെ ഭൂമിയുടെ രൂപം എന്നുള്ളത്. അപ്പോ ഇതിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് നിവൃത്തി, ഇതിൽ നിന്ന് വിട്ടുപോകുന്നു. സത്യം എന്താന്നുള്ളത് ബോധിച്ചു, ഇതിൽ നിന്ന് വിട്ടുപോരുകയും ചെയ്തു. നിസ്സംഗനായി, ഒന്നിനോടൊരു സംഘമില്ല. പക്ഷേ എന്നാലും മുമ്പ് ഉണ്ടായിട്ടുള്ള അനവധി ജന്മങ്ങളിലൂടെ, അതേപോലെ ആ ജന്മങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള അനവധി കർമ്മങ്ങളിലൂടെ ഒക്കെ തൻ്റെ ഉള്ളിൽ വളർന്നിരിക്കുന്ന ആ സംസാരം, ആ വാസന, ആ വാസന ഇപ്പോൾ ഉള്ളിൽ കട്ടിപിടിച്ച് അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാവാത്തത്. അപ്പൊ ഈ വാസനയാണ് ഉള്ളിൽ ഇപ്പോഴും ജന്മങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള, ആർജിച്ചിട്ടുള്ള ആ വാസനകളാണ് ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വാസന നശിക്കുമ്പോഴാണ്, വാസന പൂർണ്ണമായും ഇല്ലാതാവുമ്പോഴാണ് ആത്മാവ് പ്രകാശിക്കുക. അപ്പൊ ഈ നാലാമത്തെ ഭൂമിയിൽ എത്തുമ്പോൾ ഈ വാസന നശിക്കാൻ ഒരു കാരണം കൂടിയാവും എന്നാണ് പറയുന്നത്. അപ്പൊ വാസനയെ നശിപ്പിക്കുന്നത് കൂടിയാണ് ഈ നാലാമത്തെ ഭൂമിക എന്ന് പറയുന്നത്. അതാണ് വിലാപിനി. അടുത്തതാണ് അഞ്ചാമത്തെ ഭൂമിക. അഞ്ചാമത്തെ ഭൂമിക എന്ന് പറഞ്ഞാൽ ആ വിലാപിനി എന്നുള്ള അവസ്ഥ കൊണ്ട് വാസനകളൊക്കെ നശിക്കുന്നു. അപ്പൊ വാസനകളൊക്കെ നശിക്കുമ്പോൾ ഉള്ളിലൊരു ആത്മാനുഭൂതി, ഒരു നിർവൃതി അനുഭവിക്കാൻ തുടങ്ങും എന്നാണ് ഒരു വാസനകളൊക്കെ നശിക്കും. അപ്പൊ ആ വാസനകൾ നശിച്ച് ഒരു ആത്മനിർവൃതി അനുഭവിക്കുന്ന ഒരവസ്ഥ, ഇതാണ് അഞ്ചാമത്തെ ഭൂമിക. അപ്പൊ അതിന്റെ പേര് ശുദ്ധ സൻവിന്മയാനന്ദ സ്വരൂപ എന്നാണ് പറയുന്നത്. ശുദ്ധ സംവിന്മയാനന്ദ രൂപം, അനന്തസ്വരൂപ. ആ ഭൂമിക്ക് അതാണ് പേര്, അഞ്ചാമത്തെ. എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമാണ്. കാരണം വാസനയുമായിട്ട് ഒരു സമ്പർക്കം, ഒരു അടുപ്പില്ല, അതിന് ഒരു കണക്ഷൻ, ഒരു വാസനകളില്ല, വാസനകളൊക്കെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ശുദ്ധമാണ്. പിന്നെയോ അജ്ഞാനം തീരെയില്ല, അതുകൊണ്ട് സംവിത്ത് ആണ്, സൻവിത്ത് മയിയാണ്, സംവിത്തിനോട് ചേർന്നിരിക്കുകയാണ്, ശുദ്ധ ബോധത്തോട് ചേർന്നിരിക്കുന്ന ആനന്ദ സ്വരൂപയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടെന്നുള്ള തോന്നലില്ല അഞ്ചാമത്തെ ഭൂമിയിൽ. അപ്പൊ രണ്ടെന്ന തോന്നലുണ്ടെങ്കിൽ, ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആനന്ദമാണ് എപ്പോഴും. ഈ രണ്ടുള്ളതാണ് നമ്മൾ ആനന്ദമൊക്കെ തടസ്സപ്പെടുത്തുന്നത്. വേറൊന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമൊക്കെ പോയി, അല്ലെ? നേരെ വെച്ച് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലോ സന്തോഷം, ഹാപ്പി ആവണം, ഞാൻ മാത്രമേ ഉള്ളൂ, അല്ല? അപ്പൊ ഇവിടെ ആ വാസനയോട് സമ്പർക്കമില്ലാത്തതുകൊണ്ട്, വാസനകളുടെ സമ്പർക്കമില്ലാത്തതുകൊണ്ട്, ശുദ്ധമായി, അജ്ഞാനമില്ലാത്തതുകൊണ്ട് സംവിത് മയി, അതുമായി ചേർന്നിരിക്കുന്ന അവസ്ഥയായി, രണ്ടെന്നുള്ള ഭാവമില്ലാത്തതുകൊണ്ട് ആനന്ദ സ്വരൂപയായി. അതുകൊണ്ടാണ് ആ ഒരു പേര് ഒന്ന് ശുദ്ധ സംവിത്മയ ആനന്ദ സ്വരൂപം പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ആ ഒരു അഞ്ചാമത്തെ ഭൂമികയിൽ എത്തിയ ആള് ജീവൻ മുക്തൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ തലത്തിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ ജീവൻ മുക്തനായി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ അഞ്ചാമത്തെ ഭൂമികയിൽ എത്തിയിരിക്കുന്ന ആ മഹാത്മാവിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാതി മയക്കം, പകുതി ഉറപ്പും പകുതി ഉണർന്നിരിക്കുന്ന അവസ്ഥ, അല്ലെ? ഒരാളിപ്പോ പാതി മയക്കത്തിൽ ഇരിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? ഏതാണ്ട് അതുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ അഞ്ചാമത്തെ അവസ്ഥയിലെത്തിയ ആളുടെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ കുറിച്ച്, ചുറ്റുപാടുകളെ കുറിച്ച് ഒരു മങ്ങിയ ഒരു ബോധം മാത്രമേ ഉണ്ടാവൂ. വ്യക്തമായിട്ടൊന്നും അറിയില്ല, ഒക്കെ ഒരു മങ്ങിയ ഒരു ബോധം അത്രേ ഉണ്ടാവുള്ളൂ. അത് ആ ആനന്ദം അനുഭവിക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആറാമത്തെ ഭൂമിക എന്നാണ് ഇതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്, അങ്ങേറ്റം ശ്രേഷ്ഠമാണ് ആറാമത്തെ ഭൂമിക. അത് തുര്യാവസ്ഥയാണ് എന്നാണ്. തുര്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ആനന്ദം, ആനന്ദം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് തുര്യാവസ്ഥ. ഇതാണ് ആറാമത്തെ ഭൂമിക എന്ന് പറയുന്നത്. അതില്
എന്താണ്, ഒന്നിനെ കുറിച്ചും അറിയില്ല. ചുറ്റുപാടുമുള്ള വസ്തുക്കളെ കുറിച്ചൊന്നും അറിയുന്ന അവസ്ഥയില്ല എന്നാണ് പറയുന്നത്. തുര്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോ നല്ല ഉറക്കമാണെങ്കിൽ ആ ഉറക്കത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ചുറ്റുപാടുമുള്ള ഒന്നിനെയും അറിയുന്നില്ല. അല്ലെ, ശരിയല്ലേ? നല്ല ഉറക്കത്തിൽ സുഷുപ്തിയിൽ ഇരിക്കുന്ന ഒരാള് ചുറ്റുമുള്ള ഒന്നിനെയും അറിയുന്നില്ല. അപ്പൊ അതേപോലെ തുര്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതുപോലെയാണ്. ഒന്നിനെയും അറിയാതിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ആനന്ദത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ്. വേറെ ഒന്നിനെ കുറിച്ചും അറിയുന്നുണ്ടാവില്ല. ഇതാണ് തുര്യാവസ്ഥ എന്ന് പറയുന്ന ആറാമത്തെ ഭൂമിക. ഇത് നിർവാണം എന്ന് പറഞ്ഞ ഈ ഒരു അവസ്ഥയാണ്. നിർവാണം അല്ലെങ്കിൽ മുക്തി എന്നൊക്കെ പറയുന്നത് ഈ ആറാമത്തെ തലത്തിലെത്തും, തുര്യാവസ്ഥയിലെത്തുമ്പോഴാണ്. ഇനി അടുത്തതാണ് ഏഴാമത്തത്, അവസാനത്തത്. അതിന് തുര്യാതീതം എന്നാണ് പറയുന്നത്. തുര്യാതീതം എന്നുള്ളത് ശരീരം വിടുമ്പോ അനുഭവപ്പെടുന്നതാണ്. വിദേഹ കൈവല്യം എന്ന് പറയും. അപ്പൊ ആറാമത്തെ അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ മോക്ഷം സാധിച്ചു കഴിഞ്ഞു, നിർവ്വാണം പ്രാപിച്ചു കഴിഞ്ഞു, മോക്ഷം സാധിച്ചു, ആറാമത്തെ ഭൂമിയിലെത്തും. അപ്പൊ ഇനി ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് ഏഴാമത്തെ അവസ്ഥ. പോകുമ്പോഴാണ് ഏഴാമത്തെ അവസ്ഥ. അത് തുര്യാതീതം. അതിന് വിദേഹ കൈവല്യം. വിദേഹ കൈവല്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന് മോക്ഷം സാധിക്കും, കൈവല്യം പ്രാപിക്കുന്ന അവസ്ഥ. അതിന് സായുജ്യമുക്തി എന്നൊക്കെ പറയും. അതിനാണ് പറയും. അപ്പൊ ഈ പറഞ്ഞ 7 ഭൂമികകളില് ഏതിലെങ്കിലും ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇവിടെ ജനിക്കേണ്ടി വരില്ല. ഈ സംസാരത്തിലേക്ക് വീണ്ടും മടങ്ങി വരേണ്ട ആവശ്യമില്ല. പക്ഷെ ചിലർക്ക് തന്റെ പ്രയത്നത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ചിലരുടെ പ്രയത്നം തീവ്രമായി പ്രയത്നിക്കും. അപ്പൊ അവർക്ക് വളരെ വേഗത്തിൽ ഈ അവസ്ഥയിലെത്താം. പക്ഷെ ചിലരുടെ പ്രയത്നം വളരെ സ്ലോ ആയിരിക്കും, മന്ദമായിരിക്കും. നമ്മളൊക്കെ പ്രയത്നിക്കുന്നത് പോലെ അല്ലെ? നമ്മളൊക്കെ അങ്ങനെയല്ല, അങ്ങനല്ലേ? ചിലരൊക്കെ കൈബന്ധിക്കുന്നുണ്ട് അങ്ങനെയാണെന്ന്. അപ്പൊ നമ്മൾക്കത് കിട്ടും, ഉറപ്പാണ്. പക്ഷെ അത് കുറച്ച് സമയമെടുക്കും. വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്ന് നമ്മളുടെ പ്രയത്നം ഒന്നുകൂടി ഒന്ന് തീവ്രമാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം, അവസ്ഥയിലേക്ക് എത്താമെന്നാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ യോഗ ഭൂമികളിൽ ഏതിലെങ്കിലും ഒന്നിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തി സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ പേടിക്കാനേ ഇല്ല. ഇതിൽ ഒന്നാമത്തേൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഉടനെ പറ്റി സാധിച്ചോളണമെന്നില്ല. കാരണം നമ്മളെ പ്രയത്നം വളരെ മന്ദഗതിയിലായിരിക്കും, വളരെ സ്ലോ ആയിട്ട്, വളരെ പതുക്കെയായിരിക്കും നമ്മൾ കൊണ്ടുപോകുക. സ്പീഡ് കുറച്ച് പതുക്കെ തന്നെ കൊണ്ടാവും. അതിനെ കുറച്ച് കാലതാമസം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നിട്ട് പറയണ ഇക്ഷ്വാകിനോട് പറയണ, ഹേ രാജാവേ, അതുകൊണ്ട് ഈ പറഞ്ഞ യോഗ ഭൂമികകളെ അതിനെ വേണ്ട പോലെ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കൂ എന്ന് പറയുക. അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കൂ. ഈ യോഗ ഭൂമികളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങേക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയും. ഇനി തുടർന്നുള്ള കാര്യങ്ങള് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം, നാളെ നോക്കാം. യോഗഭൂമിയുടെ അതിന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം. യോഗഭൂമികൾ നമ്മൾ അവസാനം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ഇത് വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്യേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും അതിൽ എത്താൻ ശ്രമിക്കേണ്ടതാണ്. അതിനുള്ള പ്രയത്നം നമ്മൾ ആൾറെഡി ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തേലൊക്കെ മിക്കവാറും എത്തിയിട്ടുണ്ടാവും എല്ലാവരും. അത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ആദ്യത്തെ ശുഭേച്ഛ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ എനിക്ക് ശാസ്ത്രം പഠിക്കണം, സത്സംഗം ഉണ്ടാവണം, അല്ലെ? അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത വളരല്, അതാണ് ശുഭേച്ഛ. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വീണ്ടും. ഓക്കെ, യെസ്, കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. നിങ്ങൾ ഓൺലൈനിൽ എന്താണ്, കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. ശരീരം പൂർണ്ണമായും വിശ്രമിക്കട്ടെ. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. ശരീരത്തിൽ അനുഭവപ്പെടുന്ന സംവേദനങ്ങളെ നിരീക്ഷിക്കും.
ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ഉള്ളിലേക്ക് വരുന്നതും പുറത്തു പോകുന്നതുമായ ശ്വാസത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കൂ. മനസ്സിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ നിരീക്ഷിക്കാം. ഒരു ചിന്തയെയും എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ചിന്തയെയും റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വന്നു പോകുന്ന ചിന്തകളെ നിരീക്ഷിക്കുക മാത്രം. ഉള്ളിൽ ആഴങ്ങളിൽ ശാന്തമായൊരു സ്പേസ്. ആ ശാന്തിയിൽ വിശ്രമിക്കൂ. ഓം സം സമിദ്ധ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിദ്ധ്യസേ സനോ വസൂന്യാഭരാ സംഗച്ഛധ്വം സംവദധ്വം സംഭൗമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വൂഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനോ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.